ഇനിയിപ്പോൾ ഞാൻ ചിക്കന് വേണ്ടി ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ് പറയാൻ പോകുന്നത്. ഇതിപ്പം 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഉള്ളിയുടെ കണക്ക് പറയുവാണെങ്കിൽ ഇപ്പോൾ 1 കിലോ ചിക്കന് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ 2 വലിയ കപ്പ് സവാള അരിഞ്ഞതായത്. അതെന്നു വെച്ചാൽ അളവ് കപ്പ് നമുക്ക് ഈ പറഞ്ഞ കൂട്ട് തന്നെ പറയുന്നത് വാങ്ങിക്കാനൊക്കെ അത് അളവ് കപ്പ് കിട്ടും. അതിനനുസരിച്ച് അതല്ല ഈ ഉള്ളിയാ നമുക്ക് ഇതിൻ്റെ ഗ്രേവി അരിയിൽ പെരട്ടാനുള്ള ഗ്രേവി കിട്ടുന്നത്. പിന്നെ ഇച്ചിരി കൂടുതൽ അരിഞ്ഞെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ആ ഗ്രേവി അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇതിപ്പോൾ എന്തായാലും 2 വലിയ കപ്പ് സവാള നീളത്തിലരിഞ്ഞതാണ്. പിന്നെ വേണ്ടിയത് ടൊമാറ്റോയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു 2 വലിയ ടൊമാറ്റോയാണ് അരിഞ്ഞേക്കുന്നത്. ഇത് സ്ക്വയർ ആയാലും കുഴപ്പമില്ല, നീളത്തിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്ക്വയർ ആയിട്ട് കിടന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്നാണെന്നറിയോ, നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ കണ്ടിട്ടില്ലേ, അതിന് ഇച്ചിരി സ്ക്വയർ ആയിട്ട് അവിടെ ഇവിടെ തക്കാളി കാണാൻ വെക്കും. അത് സ്ക്വയർ ആണെങ്കിൽ അത് വെക്കും, പക്ഷേ നീളത്തിൽ അരിയുവാണെങ്കിൽ അത് സ്മാഷ് അതിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് പോകും. അതുകൊണ്ട് 2 വലിയ തക്കാളി ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞ്. പിന്നെ വേണ്ടിയത് പച്ചമുളക് ചതച്ചതാണ്. പച്ചമുളക് ചതച്ച എരിവ് അനുസരിച്ച് എടുത്തോണം. ഇതിപ്പോൾ 8 പച്ചമുളകാണ് ചതച്ചെടുത്തേക്കുന്നത്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ പുതിന ഇലയാ, അത് ഫ്ലേവറിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് 1/2 കപ്പ്, അതായത് 1/4 കപ്പ് ഇഞ്ചിയും 1/4 കപ്പ് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തേക്കുന്ന ഇത്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് രമ്പയിലയും മല്ലിയിലയും പുതിന ഇലയും ഒക്കെ ഫ്ലേവറിങ് ആണ്, അല്ല അതിനകത്ത് വേറെ ഒന്നുമില്ല. പെരുംജീരകം ഒരു 2 വലിയ സ്പൂൺ, ടീസ്പൂണിന് വലിയ 2 സ്പൂൺ. തക്കോലം ഒരു 2 വലിയ പൂവാണ് വേണ്ടിയത്, ഇതേപോലത്തെ 2 എണ്ണം. പിന്നെ വേണ്ടിയത് പട്ട കുറച്ച് മതി, ഒരു കഷ്ണം മാത്രം, 1.5 കഷ്ണം മാത്രം മതി. പിന്നെ ഗ്രാമ്പു ഒരു 10 എണ്ണം. ഏലക്കയുടെ ഫ്ലേവർ കുറച്ചുകൂടെ മുന്നേ നിന്നാൽ നല്ലതാണ്, അതുകൊണ്ട് ഒരു 12 എണ്ണം എടുത്തോളൂ. ഇതെന്നാന്ന് വെച്ചാൽ ജീരകമാണ്, സാധാ ജീരകമല്ല, പെരുംജീരകമല്ല. ഇത് ബിരിയാണിയിലിടുന്ന സായി ജീരകം എന്ന് പറയും. അതെന്നാന്നറിയോ, നല്ല ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ പുതിനായും മല്ലിയും രമ്പയും ഈ സായി ജീരകവും ഒക്കെ ചേരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറും കൂടെ നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. പിന്നെ വേണ്ടിയത് കശകശ ഒരു വലിയ സ്പൂണാണ്. ഇത് ജാതിപത്രിയ, അത് 1 ഇതള് മതിയാവും അതിൻ്റെ. പിന്നെ നമ്മുടെ ഗാർണിഷ് ചെയ്യാനുള്ള മുന്തിരിങ്ങ, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് നാരങ്ങ നീര്. പിന്നെ പൊടിയായിട്ട് വേണ്ടിയത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടത് നെയ്യാണ്. ഇപ്പം നമുക്ക് ബിരിയാണിയൊക്കെ ആണെങ്കിൽ നെയ്യാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്നാ പറയുന്നത്, ആരോഗ്യം വെച്ചൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നെയ്യ് ഇടണ്ട, ഇച്ചിരി വെളിച്ചെണ്ണ 50-50 റേഷ്യോയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ നല്ലതാണ്. പിന്നെ വേണ്ട കുറച്ച് തേങ്ങാപ്പാൽ, ഇത്രയുമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയത് കുറച്ച് സവാള എടുത്ത് നല്ല എന്നാ പറയുക, നമ്മൾ ബിരിയാണിക്കൊക്കെ വറുക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രൈഡ് ഓണിയൻസ് കുറച്ച് വറുത്ത് വയ്ക്കുക. ഇതിൻ്റെ കൂടെ ഇതാ പറഞ്ഞ ഇത് പറഞ്ഞ തല്ലുള്ളി തരത്തിൻ്റെ ഒരു ഭാഗം, കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഗാർണിഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്നാ പറയുന്നത്, പായസത്തിനൊക്കെ അരിഞ്ഞിടുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇതും കൂടെ മൂപ്പിച്ചിട്ടാൽ കുറച്ചൊരു ഡിഫറൻസ് വരും, സ്വാദിന് ഒരു കുഴപ്പവും വരികയില്ല. ഇനി ആദ്യം ഞാൻ ഏതാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ചിക്കൻ്റെ ഗ്രേവി ആക്കി വെച്ച് നമുക്ക് അരി തുടങ്ങാം. അരി അതിൻ്റെ പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചിക്കൻ തീർക്കാം. വെള്ളം മുഴുവൻ വറ്റിയിട്ട് നെയ്യ് നല്ല ചൂടാവണം. 50-50 റേഷ്യോ തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ നെയ്യായിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഇല്ല എൻ്റെ കയ്യിൽ. വെളിച്ചെണ്ണ ആണെങ്കിൽ 2 സ്പൂൺ നെയ്യും 2 സ്പൂൺ വെളിച്ചെണ്ണയും. അതുകൊണ്ട് വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 3 ഫുൾ ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. ഇനി നെയ്യ് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുന്നത്, അത് ഫുള്ളും 1/2 കപ്പോളം ഉണ്ട്, അത് ഫുള്ളിനകത്തിടുക. അത് കഴിഞ്ഞേച്ച് പച്ചമുളക് 8 എണ്ണം ചതച്ച് വെച്ചേക്കുന്നത്, ഇതും കൂടി ഇതിനകത്തോട്ട് ഇട്ട്. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഇട്ടേച്ച് നല്ലോണം ഒന്ന് മൂക്കണം, അതിൻ്റെ പച്ചച്ചോവ മൊത്തം മാറണം. അതെങ്ങനെ മാറുന്നതെന്നറിയാവോ, ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് ഇച്ചിരി ഒന്നും എന്നാ പറയുക, നമ്മൾ ഉള്ളിയൊക്കെ വറക്കുമല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അതങ്ങ് മുരിഞ്ഞു വരും. അതാ അതിൻ്റെ പരുവം. എണ്ണയിലാന്നേലും നെയ്യിലാന്നേലും ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒരു മൂക്കുന്ന ഒരു മണം ഉണ്ടല്ലോ, അതൊരു നല്ല മണം തന്നെയാണ്. ഈ മണം വരുമ്പോഴാണ് എനിക്ക് ശരിക്കും പറയുന്നത് എന്നാ പറയുന്നത് ടെംപ്റ്റേഷൻ വരുന്നത്, എന്നാ പറയുക നമ്മുടെ മാസ്റ്റർ പീസ് കറിവേപ്പില ഇടാൻ. പക്ഷേ ബിരിയാണിയിൽ കറിവേപ്പില ഇട്ട ചരിത്രമുണ്ടോ? ഒന്നും ഇല്ലെന്നേ. പറ്റുവാന്നേലും ഞാൻ 4 ഇലയെങ്കിലും ഇട്ടേനെ. ഈ
ബിരിയാണി ശരിക്കും എന്നാ പറയുന്നത് ഞാൻ പഠിച്ച ബിരിയാണി എൻ്റേതായിട്ടുള്ള ബിരിയാണിയാണ്. കാര്യം എന്നാണെന്നറിയോ, ഇതിനകത്ത് തലശ്ശേരി മിക്സ് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് മിക്സ് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരം മിക്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ എൻ്റേതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് സ്പെഷ്യൽ ബിരിയാണി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ ബിരിയാണി ഉണ്ടാക്കിയാലുണ്ടല്ലോ നല്ല അസൽ ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ. ഇപ്പം എൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതായിട്ട് മൂത്ത് ഒരു ബ്രൗൺ നിറം വന്നു കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ സവാള ഇടാൻ പോവാം. ഇനി സവാള ഇതേപോലെ തന്നെ ഒന്ന് മൂക്കണം. അതായത് ബ്രൗൺ നിറം ആവണ്ട, എന്നാലും സവാള ഒന്ന് നമ്മൾ വഴറ്റുമ്പോൾ വേവുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അത്രയെങ്കിലും ഒന്ന് വേവണം. ഇനിയിപ്പോൾ നമ്മുടെ എന്നാ പറയുന്നത്, ഇരുമ്പിൻ ചട്ടിയല്ല നോൺ സ്റ്റിക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ ഉള്ളി വഴറ്റണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു ഇച്ചിരി നേരം എടുക്കുക. എന്നാൽ ഉള്ളി വഴന്ന് മൂത്തൊന്നും പോകണ്ട, ഉള്ളി വേവുന്ന ഒരു കണക്കെങ്കിലും നമുക്ക് ഇതിനകത്ത് വേണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിയൊക്കെ ഒത്തിരി അങ്ങോട്ട് മൂത്തിട്ടില്ല, എന്നാൽ ഉള്ളി വെന്തു. ഇനി ഈ സമയത്ത് എന്നാ നമ്മുടെ പൊടികളൊക്കെ ചേർക്കണം. അപ്പം എന്നാ ചെയ്യണം, നാച്ചുറൽ നമ്മുടെ തീ അങ്ങോട്ട് സിമ്മാക്കി വെക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ ഐശ്വര്യമായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 3/4 സ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി ഇടാവേ, ടീസ്പൂണാണ്. പിന്നെ ഒരു ഫുൾ ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ഫുൾ ടീസ്പൂൺ ഓഫ് മല്ലിപ്പൊടി. ഇതിട്ട് നല്ലോണം ഇളക്കി വെച്ച് തീ നല്ല സിമ്മിൽ തന്നെ വെക്കണം. എന്നുവെച്ച് ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ, ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ ഗരം മസാലയാണ്. അതിനി എങ്ങനെ എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ടീസ്പൂൺ കണക്കാണെങ്കിൽ 2 വലിയ ടീസ്പൂൺ പെരുംജീരകം, പിന്നെ വേണ്ടിയത് 2 തക്കോലം, പിന്നെ ഒരു കഷ്ണം പട്ട, ഗ്രാമ്പു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ഗ്രാമ്പു, പിന്നെ വേണ്ടിയത് സാജീരകം ഒരുപാട് വേണ്ട, 1/2 ടീസ്പൂൺ മതി. കശകശ ഒരു വലിയ സ്പൂൺ തന്നെ ഇട്ടോളൂ. പിന്നെ വേണ്ടിയത് നമ്മുടെ ജാതിപത്രി എന്നാ ഒരു എതള് മതിയാവും, ഒരു ഫുൾ പോർഷൻ ഇല്ല, ഒരു 1/2 പോർഷൻ എതള് അതിനകത്ത് ഇടുക. ഇപ്പം നമ്മൾ ഇതിനകത്ത് പട്ട ഇട്ടു, ഗ്രാമ്പു ഇട്ടു, ഏലക്കായ ഇട്ടു, തക്കോല ഇട്ടു, പെരുംജീരകം ഇട്ടു, കശകശ ഇട്ടു, നമ്മുടെ ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർത്തു. ഇനി ഇതിനകത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കാന്ന് പറഞ്ഞാൽ മഷി കൂട്ടൊന്നുമല്ല, ഒന്ന് പൊടിച്ചെടുത്തേച്ചാൽ മതി. ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് ഇത് അതിനകത്തോട്ട് ഇടുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഉയ്യോ എന്നാ ഗരം മസാല ഇട്ടേക്കുന്നതെന്ന്. ഒന്നുമില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇതും ഇട്ട് നല്ലതായിട്ട് എന്നാ പറയുന്ന പൊടി മൂത്ത് നമ്മൾ നേരത്തെ ഒഴിച്ച നെയ്യൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും, എണ്ണ തെളിഞ്ഞാലും ഇല്ലേലും എന്നാന്നറിയോ, ആ പൊടി ഒന്ന് മൂക്കണം. അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ഒരു കണക്ക്. ഇനി തീ ഇച്ചിരി അങ്ങോട്ട് കൂട്ടിയേക്കാമെങ്കിൽ നമുക്ക് പൊടിയൊക്കെ അന്നേരം വേഗം മൂത്ത് കിട്ടും. ഈ സമയത്ത് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ അങ്ങ് ഇടും. ചിക്കൻ ഇട്ട് നല്ലതായിട്ട് നമ്മുടെ ഉള്ളിയും എല്ലാം അതിനകത്തോട്ട് പിടിക്കണം. അതേപോലെ പെരട്ടിയെടുത്തതിന് ശേഷം, സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന കൂട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. എന്നാ ബോറല്ലേ, അത് വേണ്ട, നമുക്ക് നല്ല ചുമ്മാ വർത്താനം പറഞ്ഞാൽ മതി, അതാണ് നല്ലത്. നമ്മൾ ചേർത്ത അരപ്പാണെങ്കിൽ നല്ലതായിട്ട് ചേർത്ത് പിടിപ്പിക്കാനോ ചിക്കനകത്തോട്ട് ചേർത്ത് പിടിക്കാനോ എന്തെങ്കിലും അങ്ങനെ പെരട്ടിയെടുക്കണം. അതൊത്തില്ല നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് എന്നാ പറയുന്നത്, ആ നോൺ സ്റ്റിക്ക് പാനും അതിൻ്റെ ആ ഒരു ഇതൊക്കെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരുവിധം ഒന്ന് ചേർത്തതിന് ശേഷം തീ കുറച്ചൊന്ന് കുറച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഇലകളെല്ലാം ചേർക്കണം. അതായത് കുറച്ച് മല്ലിയില, കുറച്ച് രമ്പയില, കുറച്ച് പുതിന ഇല. ഇതൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്താലേ ഈ പറഞ്ഞ പോലെ വരാന്തയിലൊക്കെ ബിരിയാണിയുടെ മണം അടിക്കത്തുള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒരുപാടൊന്നും ഒഴിക്കരുത്, കുറച്ചേ ഒഴിക്കാവുള്ളൂ. കാര്യം എന്നാന്നോ, ഇറച്ചിയിൽ നിന്ന് നമ്മൾ പറയത്തില്ല, നേരത്തെ പറയുന്ന പോലെ കുറച്ച് വെള്ളം ഊറും. അതുകൊണ്ട് ഒരു ഇച്ചിരി വേവാനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിച്ചേക്കരുത്.
പിന്നെ കുറച്ച് നാരങ്ങാനീര്. ഈ നാരങ്ങാനീരല്ല എന്നുണ്ടെങ്കിൽ തൈരാണ് ഏറ്റവും നല്ല. അതൊരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് കുറച്ച് തൈര് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ തക്കാളി ഇട്ടിട്ട് കുറച്ച് ഉപ്പ്. ഇനി വേവാൻ വെക്കുന്നതിന് മുമ്പ് അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉള്ളി വറുത്ത് വെച്ചേക്കുന്നില്ലേ, അതും കൂടെ കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി പറഞ്ഞ പോലെ തന്നെ പറയുന്നത് അല്ലേ, നമുക്കിത് വേവാൻ കുറച്ച് സമയം വേണ്ടേ. നമുക്കിനി അടുത്ത സെക്ഷൻ എന്നാന്ന് വെച്ചാൽ നമുക്ക് അരി വേവിക്കണം. അതിനി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് ചിക്കൻ വേവണമെങ്കിൽ വലിയ തീയിലിരുന്ന് വെന്താ ഉണ്ടല്ലോ, ഈ പറഞ്ഞ കൂട്ട് അതിനകത്ത് ചിക്കനകത്തൊന്നും പിടിക്കുമല്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചെറിയ തീയിൽ വെച്ച് വലിയ തീയിൽ നമ്മുടെ അരി വറക്കാം. വലിയ ചീനച്ചട്ടിക്കകത്തും വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ തുണി വെച്ച് തുടയ്ക്കുക. ഇത് ഞാൻ മാത്രമല്ല മിക്ക അമ്മമാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെ, അത് കണ്ടുപിടിച്ചതാണ് ഞാൻ. ഇനി ഇതിനകത്തോട്ട് ബാക്കി വെള്ളം വറ്റുന്ന സമയം ശരിക്കും എല്ലാവരും പറയും, എന്നാ പറയുന്നത്, എണ്ണ ചൂടായിട്ടേ കടുകിടാവുള്ളൂ, എന്നാലേ അതിൻ്റെ ഒരു സയൻസ് എങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ ക്ഷമയുടെയൊക്കെ ഭയങ്കര ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ ഇത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ള വെള്ളം മതി പിടിച്ചങ്ങ് വറ്റും. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്നാ പറയുന്നത്, അരി ആക്കാൻ പോവാ. അതുകൊണ്ട് കുറച്ച് ഗ്രാമ്പൂ, അത് ഒരുപാട് ഗ്രാമ്പൂ അല്ല, ഒരു 5-6 എണ്ണം ഗ്രാമ്പൂ ഇടുക. ഒരു 4-5 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, കട്ടിയില്ലാത്ത ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് തീ നല്ലതായിട്ട് കുറയ്ക്കുക. കുറച്ചിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ്, ഒരു 2 വലിയ ടേബിൾ സ്പൂൺ നെയ്യിനകത്തോട്ട് ഒഴിക്കുക. ഇപ്പം നമ്മുടെ എന്നാ പറയുന്നത്, ആ ഇട്ട പട്ട ഗ്രാമ്പൂ ഏലക്കായൊക്കെ ചൂട് നെയ്യായതുകൊണ്ട് അത് സ്പ്ലട്ടർ ചെയ്യും. അന്നേരം ആ സ്പ്ലട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അരിയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞു തന്നില്ല. ഇതിപ്പം 4 കപ്പ് അരിയാണ്. നേരത്തെ നമ്മൾ കുറേ കപ്പിൻ്റെ കണക്ക് പറഞ്ഞേ, പക്ഷേ എന്നാലും ഞാൻ ബിരിയാണി ചെയ്ത് തരുമ്പോഴത്തേക്ക് ഞാൻ കപ്പിൻ്റെ അതെന്നാ കപ്പാന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ 4 കപ്പ ഞാൻ അരി കഴുകി കൂത്ത് വെച്ചേക്കുന്ന അത് ഇതിനകത്തോട്ട് ഇടാൻ പോകും. ഇനി അരി നല്ലതായിട്ട് വറുക്കണം. പിന്നെ അരിയുടെ മൂപ്പ് ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന പോലെ തന്നെ ഈ അരിക്ക് പ്രത്യേകിച്ച് വറുക്കുന്നതിന് അളവൊന്നുമില്ല എന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. കാര്യം എന്നാണെന്നറിയോ, ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഇന്ന പോലെ ഇടൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നതെല്ലാം പൊട്ടത്തെറ്റായിരിക്കും. അതിലും ഭേദം എനിക്ക് കൈവാക്ക് എങ്ങനെ എളുപ്പമെന്ന് വന്നതെന്നറിയോ, അങ്ങനെയാണ് ഞാൻ ഈ അരിയൊക്കെ നമ്മൾ എന്നാ പറയുന്നത്, ബിരിയാണിയില്ലേ, വെജിറ്റബിൾ ബിരിയാണി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലേ, അരി ഇങ്ങനെ വറക്കും തോറും ഇങ്ങനെ എന്നാ പറയുന്ന പൊരി പോലെയൊക്കെ പൊട്ടും, അങ്ങനെ വരുന്നതാ അതിൻ്റെ അളവ്. അല്ലാതെ ഇന്നുപോലെ എന്നൊന്നും പറയാൻ എനിക്ക് അറിയാൻ മേല. പിന്നെ അമ്മമാരൊക്കെ പറയുന്ന കൂട്ട് അതാ കൈവാക്കുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ ഒരു അരി എടുത്ത് ഇങ്ങനെ കടിച്ചു നോക്കും, കടുമുട പൊട്ടു വന്നെങ്കിൽ അതിൻ്റെ വറുത്തു എന്നാണ് വരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ വറുത്തപ്പോൾ ഉണ്ടല്ലോ മിക്ക അരിയും പൊരിഞ്ഞ് ഇങ്ങനെ പൊരി പോലെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിലും ഭേദം ഇങ്ങനെ കടുകട പൊട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചീനച്ചട്ടി കിടന്ന് തന്നെ അതിങ്ങനെ ഒരു പൊട്ടും. അപ്പം മനസ്സിലാക്കിക്കോണം അരി മൂത്ത് തുടങ്ങി. പിന്നെ ഒരു എന്നാ പറയുന്ന ഒരു 5 to 10 minutes അതിനെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തേച്ച് അടച്ചിട്ട് വെള്ളം ഒഴിച്ചേച്ച് ഇപ്പം അരി ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഏകദേശം അല്ല, നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്താണെങ്കിൽ നല്ല നികത്തി വെള്ളം ഒഴിക്കണം. 4 കപ്പ് അരിയാണ് നമ്മൾ ഇട്ടേക്കുന്നെങ്കിൽ 8 കപ്പ് വെള്ളം, അതാണ് കണക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന അരിയുടെ എന്നാ പറയുന്ന അരി തിളച്ച് വേവുന്നത് ഒരു ഡബിൾ ക്വാണ്ടിറ്റിയാണ്. അന്നേരം എന്നാണോ എന്നാന്നറിയാമോ, അത് ഈ പറഞ്ഞ കൂട്ട് കുറച്ചുകൂടെ ഒരു എന്നാ പറയുന്നത് അരിയുടെ ഡബിൾ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിന് വേണ്ടിയ വെള്ളം എത്രയാണെന്ന് നമുക്കറിയാമല്ലേ. പിന്നെ ഇത് വറ്റിച്ചെടുക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി വെച്ച് അതിന് എന്നേലും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അല്ലാതെ ഇടയ്ക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ അരി അങ്ങോട്ട് ഊറ്റിയാണ്ടല്ലോ അതിൻ്റെ ആ ഗുണവും മണവും എല്ലാം അങ്ങ് പോകും. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ എത്ര അരി ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് മുകളിലായിട്ട് ലെവലിലായിട്ടാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് രമ്പയില, കറിവേപ്പില ഇല്ലെങ്കിൽ രമ്പയില എന്തെങ്കിലും എടുത്തിടും. കറിവേപ്പില പോലെ തന്നെ എനിക്കിഷ്ടമുള്ള ഒരു ഇല തന്നെയാണ് ഈ രമ്പി.
ശരിക്കും നമ്മുടെ മണിയമ്പിള്ള രാജേട്ടൻ്റെ ചേച്ചി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞ എന്നാന്നറിയോ, നീ ഇപ്പം എന്നാ പറയുന്നത് ഇലയായിട്ടല്ലേ ഇടുന്നത്, ഈ പറഞ്ഞ കൂട്ട് ഞാൻ തണ്ടോടെ ഇടുന്നത്, അപ്പം എന്നെക്കാട്ടിലും മിടിക്കലുണ്ടെന്ന് മനസ്സിലായില്ലേ. ഇനി തീ അങ്ങോട്ട് നല്ലതായിട്ട് കൂട്ടി വെക്കുക. ഇനി ഇതിനകത്തൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, ഇല്ല എന്ന് പറയാം. പക്ഷെ എന്നാന്നോ, ചിലർക്കാണെങ്കിൽ ഒരു യെല്ലോ കളർ ഓഫ് ബിരിയാണി ഇഷ്ടമാണ്, ചിലർക്കാണെങ്കിൽ വൈറ്റ് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഇതിനകത്തൊന്നും ഇടുന്നില്ല, മഞ്ഞപ്പൊടി വേണം, ഒരു യെല്ലോയിഷ് ടിൻ്റാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ അരിക്കകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. അപ്പോൾ അരിയുടെ നിറം ഒന്ന് മാറി മഞ്ഞയാവും. പക്ഷേ ഇതിനകത്ത് ഇപ്പം ഞാൻ ഒന്നും ഇടുന്നില്ല. ഇനി ഞാൻ അടച്ചിട്ട് വേവിക്കാൻ പോവുക. അരി നമ്മൾ ഏകദേശം നമ്മൾ തിളച്ച് കഴിയുമ്പോൾ സിമ്മാക്കി ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ എന്നാ പരിപാടി നോക്കണം. ഈ ചിക്കൻ ഉണ്ടല്ലോ ഒത്തിരി തിളച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വെന്ത് തുടങ്ങും. അപ്പോഴത്തേക്ക് വേണ്ട നമ്മൾ എത്രയാണ് വെള്ളം ഒഴിച്ചേ, അത് കഴിഞ്ഞ് വേണ്ട വെള്ളം മൊത്തം ഊറിയേക്കുക. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വേവ് ഒന്ന് നോക്കി ഈ സമയത്ത് ഉപ്പ് നോക്കാം, മസാല നോക്കാം, എരിവ് നോക്കാം, ഇതെല്ലാം ചെയ്യാം. അതായത് നമുക്ക് നേരത്തെ ചേർത്തേന്ന് എന്നതേലുമൊക്കെ പാകപ്പിഴ വന്നിട്ടുണ്ട് എങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നേരത്തെ അത് ചെയ്യുന്നത്. ഇപ്പം ഇത് ഞാൻ എൻ്റെ ഒരു അളവിനൊക്കെ ചേർത്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പം എന്നാ പറയുക, എരിവ് വേണ്ടിയവർക്കൊക്കെ ചേർക്കണമെന്നുണ്ട് ഇതിനകത്തോട്ട് ഈ സമയത്ത് ചേർക്കുക. ചേർത്തേച്ച് ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് അടച്ചിടരുത്. പിന്നെ ഈ വെള്ളം അങ്ങ് മൊത്തം വറ്റി ഈ ചിക്കനിലങ്ങ് പെരണ്ട് പിടിക്കണം. ഇനി എൻ്റെ അരി നല്ല വെന്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, ഈ അരി വെന്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നടുക്കോട്ട് ഇത് എന്നാ പറയുന്നത്, അത് എനിക്ക് എങ്ങനെ പറഞ്ഞിരുന്നാലെന്ന് അറിയത്തില്ല. ഈ നടുക്കോട്ട് ഇങ്ങനെ കൂന കൂട്ടി വെച്ച് നമ്മുടെ പാത്രം വെച്ച് അടച്ചേച്ച് ഇത് മാറ്റി വെക്കുക. മാറ്റി വെക്കുന്നതിൻ്റെ രണ്ട് ഉദ്ദേശം എന്നാണെന്നറിയോ, ഒന്ന് കുറച്ചുകൂടെ ഒരു വേവ്, ഒരു മുക്കാലിൻ്റെ കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്കുള്ള വേവ് അരിക്കാവുമ്പോഴത്തേനും അങ്ങ് മാറ്റി വെക്കണം. പിന്നെ ആ ചൂടിലിരുന്ന് കുറച്ചുകൂടെ അരിയൊന്ന് വേവും. പിന്നെ ഈ ദമ്മൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ആവി കയറ്റുമ്പോൾ അത് അപ്പോഴും ഒരു ശക്കലൊരു വേവുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് വേവണം. മാത്രമല്ല ഇതിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി എന്നാന്നറിയാം, നമ്മളൊരു സാധനം മാത്രം പെൻഡിങ്ങാണ്. എന്നാന്നോ, നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും തേങ്ങാക്കൂത്തും ഒന്നും വറുത്തില്ല. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് വറുക്കണ്ടേ. അത് വറുക്കാൻ വേണ്ടി പാൻ വയ്ക്കണമെങ്കിൽ അടുപ്പിൽ നിന്ന് നമ്മുടെ അരി മാറ്റി വെക്കത്തുള്ളൂ. അതുകൊണ്ട് പാൻ വെച്ചു. ഇനി ഇതിനകത്തും രക്ഷയില്ല കേട്ടോ, നെയ്യ് ഒഴിച്ചു. ആ പുതിന ഇലയുടെയും മല്ലിയിലയുടെയും നമ്മുടെ രമ്പ ഇലയുടെയും ഒക്കെ നല്ല മണം ചിക്കനിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഈ മണം മതി എന്നാ പറയുന്നത്, വരാന്ത വരെ ചെന്നേച്ച് പിള്ളേരാന്നേലും വീട്ടുകാരാന്നേലും വന്ന് ചോദിക്കും, മോളെ ഇന്ന് ബിരിയാണി ആണോ എന്ന് ചോദിക്കും. അതുപോലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് വറ്റി ചിക്കനിൽ പെരണ്ട് വരണം. ഇനി ഇറച്ചിയുടെ വെള്ളം ഒന്ന് വറ്റാൻ നമുക്കിവിടെ കുറച്ച് നേരം ഇട്ടേച്ച് നമ്മുടെ നെയ്യ് ചൂടായില്ലേ, ഇതിനകത്തോടെ നമുക്ക് ആദ്യം കുറച്ച് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കാം. കുറച്ചിട്ടാൽ മതി, ചിലർക്കൊന്നും തേങ്ങാക്കൊത്തിട്ടാൽ ഇഷ്ടപ്പെടുകയില്ല. എന്നാൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത്, ഇറച്ചി ഒലത്തുന്ന സമയത്തും ഒക്കെ ഈ തേങ്ങാക്കൊത്തും ഒക്കെ തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇഷ്ടം ഉള്ളവർക്ക് കൂടുതലിടാം, അല്ലാത്തവർക്ക് കുറച്ചിടുക. എന്നെപ്പോലെ തേങ്ങാക്കൊത്തും എന്നാ പറയുന്നത് ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ ഇത് കൂടുതലും കിട്ടും. പായസത്തിനൊക്കെ മൂക്കുന്ന ഇച്ചിരി ഒന്ന് മൂത്തേച്ചാൽ മതി. തേങ്ങയ്ക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലുള്ളതുകൊണ്ട് ആദ്യം തേങ്ങ ഇടുക, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇടുക, നമ്മുടെ മുന്തിരിങ്ങ. ബിരിയാണിക്കൊക്കെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തില്ല. ഇപ്പം ഞാൻ ഇട്ടതായി തേങ്ങാക്കൊത്ത്. ഇച്ചിരി ഒന്ന് റോസ്റ്റഡ് ആവണം. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞ് നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിനകത്തോട്ട് ഇതാ ഇടുക. പിന്നെ ഒരു ഇച്ചിരി പച്ചനിറമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും രമ്പയിലയും ഒക്കെ ഇട്ടോളൂ. എന്നാ വേണോ ഇനി അതുപോലെ അലങ്കരിക്കാം. പക്ഷേ അലങ്കരിക്കുന്നൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഇങ്ങനെ കിടന്നാൽ ഒന്നും കാണിക്കാൻ ഒക്കുകയില്ല. അന്നേരം പിന്നെ എത്രയായാലും നമ്മൾ അടുക്കള വൃത്തിയാക്കിയേ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇതേപോലെ ഒരു കൊച്ചു ബൗള്, അതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റ് എടുക്കാം. അതിനകത്തോട്ട് ആദ്യം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കിസ്മിസും എന്നാ പറയുന്നത് ഉള്ളി അണ്ടിപ്പരിപ്പ് ഇതെല്ലാം നമ്മൾ വറുത്ത് വെച്ചേക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് 2-3 പുതിന ഇല ഇടാം, ഇച്ചിരി മല്ലിയില ഇടാം. പിന്നെ എൻ്റെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇടണ്ട, അതുകൊണ്ട് ഇച്ചിരി അതിൻ്റെയൊക്കെ ഫ്ലേവർ വരും ചൂട് ചോറൊക്കെ ആകുമ്പോഴത്തേനെ.
ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് നമ്മുടെ അലങ്കരിക്കുന്ന സാധനങ്ങൾ ഇടുക. കുറച്ച് ചോറ്, പിന്നെ ഇതിനകത്തോട്ട് 2 കഷ്ണം ഗ്രേവിയും കൂടെ വച്ചേച്ച്, പിന്നെ ഈ പറഞ്ഞ കൂടെ നമ്മൾ എടുക്കുന്ന ബൗളിൻ്റെ വലിപ്പം പോലെ ഇരിക്കും. എന്നാന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ ഒരു മുട്ടയും കൂടെ എൻ്റെ സൈഡിൽ വെച്ചോ. ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന ബൗളിനകത്തുണ്ടല്ലോ മുട്ട കയറുമല്ല, അന്നേരം പിന്നെ ഞാൻ വെക്കുന്നില്ല. നല്ല അമക്കി അങ്ങ് വെക്കുക. എന്നാലേ അത് ഡീമോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അത് അതേ കൂട്ട് വരത്തുള്ളൂ. ഞാൻ ശ്രമിച്ച് നോക്കട്ടെ. ഇത്രയേ ഉള്ളൂ.